ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നേ ചക്കപ്പഴം വച്ചൊരു പുട്ടുണ്ടാക്കാം. അങ്ങനെ ചക്കപ്പഴവും നല്ല നുരുനുര അരിഞ്ഞ് തേങ്ങയും കൂടി മിക്സ് ചെയ്ത് അത് നമുക്ക് ആദ്യം കുറച്ച് ചക്കപ്പഴവും തേങ്ങയും കൂടെയുള്ള മിക്സ് ഇടുക. പിന്നെ നമ്മൾ പുട്ടുപൊടി ഇടുക. ഇങ്ങനെ ഇട്ട് പുട്ടവിക്കുക. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാ പിള്ളേരും കഴിക്കും. ചക്കപ്പഴം ആവി കയറുമ്പോഴുള്ളൊരു പ്രത്യേക മണവും രുചിയും എല്ലാം ആകുമ്പോഴേ വേണ്ടാത്ത പിള്ളേരും കഴിച്ചു പോകും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞതായ അടുക്കളയിൽ തകർത്ത പണിയാണ്. ഇന്നത്തെ ചെറിയ ചെറിയ വീട്ടുവിശേഷങ്ങളാണ്. ഞങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് കുറച്ച് ചെറിയ കൊഴിയാള മീനാണ് കിട്ടിയത്. അത് കറി വെച്ചു. ഇത് തന്നെയാണ്, കുറച്ച് എടുത്ത് ഫ്രൈ ചെയ്യാൻ വച്ചു. അങ്ങനെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇനി ഒരുപാട് ജോലിയുണ്ട് കേട്ടോ. ഞാനിതാ രാവിലെ പണികളെല്ലാം കഴിഞ്ഞു. ചക്ക അവിച്ചു, സലാഡ് ഉണ്ടാക്കി, മീൻ ഫ്രൈ ഉണ്ട്. ഇന്നലത്തെ വാള മീനിൻ്റെ കുറച്ചുണ്ട്, അച്ചാറ് എല്ലാം വെച്ച് ഇന്നത്തെ ഊണ് വിഭവസമൃദ്ധമായിരുന്നു. രാവിലത്തെ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ നേരെ പോകുന്ന റബ്ബർ വിളയിലോട്ടാണ്. അവിടെ പാലെടുപ്പ് പരിപാടിയുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും പാലെടുപ്പും കലാപരിപാടികളായിട്ടുണ്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണണം, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. എല്ലാവർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. അതേപോലെ തന്നെ വിസ്മയ ചെപ്പ് ഞാൻ ചിലപ്പോഴൊക്കെ പറയുമ്പോൾ വിട്ടുപോണതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ്. എനിക്ക് എൻ്റെ കുഞ്ഞനിയത്തിയാണോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല സ്നേഹമുള്ളൊരു കൊച്ചാണ്. അങ്ങനെ അവളെ ഞാൻ പ്രത്യേകം അന്വേഷിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനത് പ്രത്യേകം ഒന്ന് ഓർമ്മിച്ച് പറഞ്ഞതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തൊഴിലുറപ്പ് സ്ഥലത്തോട്ട് പോവേണം. അങ്ങനെ ഒരു ഇടവഴിയിലൂടെ ഇറങ്ങി തോട് കഴിഞ്ഞ് കുളവരമ്പയിലൂടെയൊക്കെയാണ് ഞങ്ങൾ അവിടെ സ്ഥലത്ത് പോണത്. അങ്ങനെ അങ്ങോട്ട് പോണ വഴിക്കുള്ള തോട് കഴിഞ്ഞ് കയറുന്നത് കുളവരമ്പാണ്. പിന്നെ അത് കഴിഞ്ഞു തൊഴിലുറപ്പ് സ്ഥലത്ത് ഞാൻ തിരിച്ചു പോകണം. കൂടെ ഞാനൊരു മാടമ്പിയെ കൂടി കൊണ്ടുപോകണുണ്ട്. എൻ്റെ പിറകെ ഞാൻ ആവാഹിച്ച് വലിച്ചു കൊണ്ട് പോണതാണ്. പാവമാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അനിയത്തിയും കൂടെ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു. അങ്ങനെ അവരിവിടെ പിച്ചിപ്പൂ പറിക്കലും ബഹളമായിട്ടൊക്കെ നിൽക്കുകയാണ്. രണ്ടാളും കൂടെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുഞ്ഞിനെ കാണാൻ കരുതി നേരത്തെ ഇവിടെ വന്നു. ഓട്ടോയിലാണ് വന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ പൂവൊക്കെ പറിച്ച് റെഡിയായി ക്ഷേത്രത്തിലോട്ട് പോകണുണ്ട്. ക്ഷേത്രം അടുത്താണ് കേട്ടോ, തൊട്ടടുത്താണ്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നാൽ എത്തി നോക്കിയാൽ കാണുന്ന ദൂരമേ ഉള്ളൂ ക്ഷേത്രം. ഞങ്ങളെ നാട്ടുകാർക്കെല്ലാം അറിയാം. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളത് എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ അവരിതാ പോകാൻ ഇറങ്ങിയതാണ്. ഇത് ഒരു ബ്ലോഗറിൻ്റെ കേട്ടോ, അനൂജിൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയാണ് കേട്ടോ. രണ്ടുപേരും ഒരു കെട്ടാണ്. ഇരിപ്പുണ്ട് ക്ഷേത്രം, ആ കാണുന്നതാണ് ക്ഷേത്രം. ഇവിടെ നിന്നിറങ്ങി അവിടം വരെ പോവുക. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഏറ്റവും അടുത്ത ഒരു സഹോദരി പുത്രിയാണ് പോണത്, ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളത്. പിന്നെ സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ പോകുന്നതാണ്. അങ്ങനെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു.